സിവിയർ ബ്ലീഡിങ് ഇൻ പ്രഗ്നൻസിയിൽ ഒരു 20 ആഴ്ച കഴിഞ്ഞിട്ട് ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് പേഷ്യൻസ് വരുന്നുണ്ട്. ഇതെന്താണ്? പ്ലസൻ്റ പ്രീവി ആണ്, പ്ലസൻ്റൽ അബ്രപ്ഷൻ ആണ്. ഡോക്ടർ ലിസമ്മ ജോസഫ്, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, ലാപ്രോസ്കോപ്പിക് സർജൻ, കോസ്മെറ്റോളജിസ്റ്റ് ആൻഡ് സെക്സോളജിസ്റ്റ്, എറണാകുളം മെഡിക്കൽ സെൻറ്റർ, കൊച്ചി, കേരള. ഗർഭിണികൾക്ക് സാധാരണ രീതിയിൽ 28 ആഴ്ച കഴിഞ്ഞ് ബ്ലീഡിങ് ഉണ്ടാകുന്നതിന് പറയുന്നതാണ് ആൻറ്റിപാർട്ടം ഹെമറേജ്. ഇപ്പോൾ ആ ഡെഫിനിഷൻ മാറ്റിയിട്ട് 23-24 വീക്സിൽ ബ്ലീഡിങ് ഉണ്ടായാലാണ് APH എന്നാണ് പറയുന്നത്. കാരണം 24 വീക്സ് 26 വീക്സ് ഓൺവേഴ്സ് ബേബീസ് വൈബിളാണ്. പണ്ടൊക്കെ നമ്മൾ 28 വീക്സ് കഴിഞ്ഞ് വൈബിലിറ്റി പറയാറുള്ളൂ 1 kg. ഇപ്പോൾ അത് കുറച്ച് ഡോസ് കുറച്ചിട്ടുണ്ട്. 500 ഗ്രാം ഉള്ളൊരു കൊച്ചാണെങ്കിലും 1/2 കിലോ ഉള്ളൊരു കൊച്ചാണെങ്കിലും വൈബിൾ എന്നാണ് ഇപ്പോൾ മോഡേൺ നമുക്ക് NIC സൗകര്യം ഉള്ളത് കൊണ്ട്. ഈ അബ്രപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ ഡെയർ എമർജൻസി ഇൻ പ്രഗ്നൻസി. ഒബ്സ്റ്ററ്റിക് പ്രാക്ടീസിലെ ഏറ്റവും ക്രിട്ടിക്കലായിട്ടും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ് സഡൻ ബ്ലീഡിങ് ആയിട്ട് പ്രഗ്നൻസി വരിക. എന്ന് പറഞ്ഞാൽ നോർമലി സിറ്റുവേറ്റഡ് ഒരു പ്ലസൻ്റ, മറുപിള്ള എന്ന് പറയുന്നതാണ് പ്ലസൻ്റ. അത് യൂട്ടസിൻ്റെ മുകളിലാണ് സാധാരണ ഇരിക്കുന്നത്. മുമ്പ് ഞാൻ പ്ലസൻ്റ പ്രീവി എന്ന് പറയുന്നത് താഴെ ഇരിക്കുന്നതാണ്. നോർമലി സിറ്റുവേറ്റഡ് പ്ലസൻ്റ സഡൻ ആയിട്ട് യൂട്ടസിൽ നിന്ന് വിട്ടുപോകുന്നതിനാണ് അബ്രപ്ഷൻ പ്ലസൻ്റ എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ, ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ സിവിയർ ബ്ലീഡിങ്, പേഷ്യൻ്റ് നല്ല ബ്ലീഡിങ് ആയിട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ വയറ്റിൽ വേദന ഉണ്ടാകും. നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ തൊടുമ്പോൾ ഒക്കെ ടെൻഡർനെസ്, പെയിൻ ഉണ്ടാകും. കാരണം കൊച്ചിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കുമ്പോൾ ചിലപ്പം ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാകും. ഈവൻ മറ്റേണൽ ഡിസ്ട്രസ് ഡിപ്പെൻഡിങ് ഓൺ ദ ബ്ലീഡിങ് വന്ന് അമ്മയ്ക്കും കുഞ്ഞിനെ അത് അഫക്റ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അതിനുള്ളത് അതിലൂടെ തന്നെ നടുവിന് വേദന ഉണ്ടാകാം. പിന്നെ യൂട്രസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺട്രാക്ട് ചെയ്തിരിക്കും, റിലാക്സേഷൻ ഇല്ലാതെ കൺട്രാക്ട് ചെയ്തിരിക്കും. പിന്നെ ഹാർട്ട് ബീറ്റ്, ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാകും. ഇതിൻ്റെ കോസസ് എന്താണ്? എക്സാക്റ്റ് കോസ് നമുക്ക് അറിഞ്ഞുകൂടാ, എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു നമുക്കറിയില്ല. പക്ഷേ ഇത് കൂടുതലായിട്ട് വരുന്ന ഈ പ്രഗ്നൻസിയിൽ ഒരു പ്രഷർ ഉണ്ടാകുന്നൊരു കണ്ടീഷൻ ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത്, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് PIH എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വയറ്റിലൊരു അടി കിട്ടുക, ട്രോമ, ഒരു ആക്സിഡൻറ്റ് കേസ് ബ്ലീഡിങ് ആയിട്ട് വന്നാൽ ഞങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് അബ്രപ്ഷൻ എന്ന് പറഞ്ഞാൽ നോർമലി സിറ്റുവേറ്റഡ് പ്ലസൻ്റ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ്. പിന്നെയുള്ളത് അപ്പോൾ ഒരു ഫോള് അല്ലെങ്കിൽ പെട്ടെന്ന് വീഴുക, ഇനി എന്തെങ്കിലും വന്നാൽ അതിന് കോസാണ്. പിന്നെ നമുക്ക് സ്മോക്കിങ്, അതുപോലെ തന്നെ കൊക്കൈൻ യൂസ്, അതൊന്നും കേരളത്തിൽ സാധാരണ ഇല്ല, പക്ഷേ അതുള്ളതാണ്. അങ്ങനെയുള്ള കേസിൽ അബ്രപ്ഷൻ വരും. പിന്നെയുള്ളതാണ് ചിലർക്ക് മാസം തികയാതെ വെള്ളം പൊട്ടിപ്പോവുക, പ്രീമച്ചർ റപ്ചർ ഓഫ് ദ മെംബ്രെയിൻ എന്ന് പറയും. ആ കേസിലും വെള്ളം പോയിട്ട് കഴിയുമ്പോൾ മറുപിള്ളയും കൂടെ വേണം വിട്ടുപോരാ. പിന്നെ ഏജ് 35 എന്ന് പറഞ്ഞാൽ ഇപ്പം അത്രയും ഇല്ല. ഇപ്പം മോർ ദാൻ 35-40 ഇയേഴ്സ് ഓഫ് ഏജിലൊക്കെ ചിലപ്പം മറുപിള്ള അവിടെ നിന്ന് വിട്ടു, അതൊരു ഫാക്ടറാണ്. പിന്നെ ട്വിൻ പ്രഗ്നൻസിയിൽ അതുപോലെ തന്നെ പോളിഹൈഡ്രാമിനോസിലും ഒലിഗോഹൈഡ്രാമിനോസിലും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനൊരു കേസ് വന്നാൽ പെയിനോടെ, ടെൻഡർനോസിലെ സിവിയർ ബ്ലീഡിംഗ് ആയിട്ട്, അനക്കക്കുറവായിട്ട്, ഇതെന്ത് വന്നാലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറെ ഫോണിൽ കൂടെ വിളിക്കുക തന്നെയല്ല, നിങ്ങൾ നേരിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എന്ന് പറയുന്നത് വേറെ ഒരു 34 വീക്സിന് താഴെയാണെങ്കിൽ ചെറിയൊരു ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യും. 25% കേസസ് മാത്രമേ ഉള്ളൂ അബ്രപ്ഷൻ നമുക്ക് അൾട്രാസൗണ്ടിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ഞങ്ങൾ തന്നെയാണ് പറയുന്നത്. ബ്ലീഡിങ്, പെയിൻ, ടെൻഡൻസ്, ഫീറ്റൽ ഹാർട്ട് കുറവ്, മറ്റേണൽ ഡിസ്ട്രസ്, ഇതെല്ലാം ഡോക്ടർ കണ്ടുപിടിക്കും. അല്ല സ്കാനിങ്ങിലൊന്നും ഇല്ല. ഇറ്റ് ഈസ് നോട്ട് അബ്രപ്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. ഓൺലി 25%. പിന്നെ പുറകിലെ മറുപിള്ള ബാക്കിലായിരിക്കുന്നെങ്കിലും ആ സമയത്ത് ഈ പറയുന്ന പെയിനും ആ തൊടുമ്പുള്ള ടെൻഡർനെസ് മിസ് ചെയ്ത് ഈ അബ്രപ്ഷൻ്റെ കേസ് മിസ് ചെയ്യുന്ന സാധാരണ വരുന്ന ഒരു സംഭവമാണത്. അങ്ങനെ വന്നു കഴിഞ്ഞത് അമ്മയും കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. നമ്മൾ രാത്രി പെയിനായിട്ട് വരും, നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ, സ്കാനിങ്ങിലും ഒന്നും ഇല്ലെങ്കിലും അബ്രപ്ഷൻ ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ക്ലോട്ടിംഗ് മെക്കാനിസം ആണ് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഫൈബ്രോഞ്ചിനും ക്ലോട്ടിംഗ് മെക്കാനിസം മുഴുവനും എടുത്തിട്ട് കണ്ടിന്യൂസ് ബ്ലീഡിംഗ് ആയിരിക്കും. പിന്നെ ഡിസിമിനേറ്റഡ് ഇൻഡോവസ്കുലർ കോയാഗുലേഷൻ, ബ്ലീഡിംഗ് നിർത്താൻ നമുക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. പിന്നെ 34 ആഴ്ച കഴിഞ്ഞ് മോഡറേറ്റ് ടു സിവിയർ ആണ്, നമ്മൾ സിസേറിയനാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചോയ്സ്. പിന്നെ പെട്ടെന്ന് ഡെലിവറി ചെയ്യും, ഡിസ്ട്രസ് ഒന്നും ഇല്ലെങ്കിൽ നോർമൽ ഡെലിവറിക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് കൺസെൻറ്റ് എടുക്കണം. ഇറ്റ്സ് എ സിവിയർ കണ്ടീഷൻ. ആഡ്വക്കേറ്റ് ബ്ലഡ് അറേഞ്ച് ചെയ്യണം. ഒരു സീനിയർ ഒബ്സ്റ്ററ്റിഷ്യൻ ഷുഡ് ബി ദെയർ, നിയോനേറ്റോളജിസ്റ്റ്, അനസ്തീഷ്യസ്റ്റ് ഷുഡ് ബി ദെയർ. എല്ലാവരെയും വിളിച്ചിട്ട് ഏറ്റവും എമർജൻസി ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ വരുന്ന എന്താ, കൊച്ച് വയറ്റിൽ കിടന്ന് ഡെത്ത് ആകാം, സ്റ്റിൽ ബർത്ത് ആകാം, IUD ആകാം. പിന്നെ ബ്ലീഡിങ് നിൽക്കാതെ വന്നിട്ട് അമ്മയ്ക്ക് കോംപ്ലിക്കേഷൻസ് വരാം, അനീമിയ ഉണ്ടാകാം, DIC വരാം, മറ്റേ ഡെത്ത് വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ കണ്ടീഷൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. വെനെവർ ദെയർ ഇസ് ബ്ലീഡിങ് ഇൻ പ്രഗ്നൻസി ആഫ്റ്റർ 20 വീക്സ്, ദാറ്റ് ഈസ് മെയിനായിട്ട് ആൻറ്റിപാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. അത് പ്ലസൻ്റ പ്രീവി ആകാം, അബ്രപ്ഷൻ പ്ലസൻ്റ പ്രീവി അത്രയ്ക്ക് പേടിക്കാനില്ല, ഫീറ്റൽ ഡിസ്ട്രസ് അത്രയ്ക്ക് വരില്ല. പക്ഷേ അബ്രപ്ഷൻ പ്ലസൻ്റ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോ സഡൻ ആയിട്ട് മാറ്റുവാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കുഞ്ഞിനെ അഫക്റ്റ് ചെയ്യും. സഡൻ ആയിരിക്കും കുഞ്ഞ് ഡെത്ത് ആകുന്നത്.
പറയുന്നത്. യു ഷുഡ് ബി വെരി കെയർഫുൾ വെൻ എവർ ദെയർ ഇസ് എ ചാൻസ്. ബി പി ഉള്ളവർ, അല്ലെങ്കിൽ ഫോളിക് കുഞ്ഞോ ചുറ്റും വെള്ളമുള്ളവർ, IUGR ഓൾറെഡി ഉള്ളവർ, അല്ലെങ്കിൽ 35-40 വയസ്സായവർ, ഈ കേസുകളിലെല്ലാം IVF ചെയ്ത പ്രഗ്നൻസി, ഹൈ റിസ്ക് പ്രഗ്നൻസി, ട്വിൻസ്, ട്രിപ്ലറ്റ്, ഈ കേസുകളെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും പേഷ്യൻ്റ് പെയിൻ പറഞ്ഞാൽ ദെയർ ഇസ് എ ചാൻസ് ഓഫ് അബ്രപ്ഷൻ ഉണ്ടായിരിക്കണം. താങ്ക് യു.